അതേസമയം തന്നെ മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണി സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണ ഇന്നുണ്ടായേക്കുമെന്നുള്ളതാണ് തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് ഠാക്കറെ, NCP അധ്യക്ഷൻ ശരത് പവാർ എന്നിവരുമായി ചർച്ച നടത്തുന്നുണ്ട്. സോണിയാഗാന്ധിയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്നതാണ് സൂചന. നോബൽ തുടരുന്നുണ്ട്. നോബൽ, ഇന്നാണോ മഹാരാഷ്ട്രയിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറും. നികേഷ്, ഇന്ന് മഹാരാഷ്ട്രയിലെ നേതാക്കളുമായി ഒരു ചർച്ച നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്ന ആ ചർച്ച ഇന്നിപ്പോൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ, ഒപ്പം NCP അധ്യക്ഷൻ ശരത് പവാർ എന്നിവരുമായാണ് ഇന്ന് അന്തിമഘട്ട ചർച്ചയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്താണെങ്കിലും സീറ്റ് ചർച്ചയിൽ മഹാരാഷ്ട്രയിൽ വലിയ പ്രതിസന്ധികൾ ഇല്ലാതെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. നിലവിൽ 48-ൽ 18 സീറ്റിൽ കോൺഗ്രസും 18 സീറ്റിൽ ശിവസേന ഉദ്ധവ് പക്ഷവും ഒപ്പം 10 സീറ്റുകളിൽ NCP മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉള്ളത്. നിലവിൽ ശിവസേന ചോദിച്ചിരിക്കുന്നത് 23 സീറ്റുകൾ ആണ് എന്നതും യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും തർക്കങ്ങൾ ഇല്ലാതെ പ്രശ്നപരിഹാരത്തിലേക്ക് അവിടെ പോകും. പ്രത്യേകിച്ച് ഈ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനത്തിൽ അവസാനഘട്ട ചർച്ചകൾ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. നേരത്തെ അരവിന്ദ് കെജ്രിവാൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തിയതാണ്. ആം ആദ്മിയുമായി ബന്ധപ്പെട്ടും ഏറെക്കുറെ ചർച്ചകൾ അത് പൂർത്തിയായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ദില്ലിയിൽ 4 സീറ്റിൽ ആം ആദ്മി, 3 സീറ്റിൽ കോൺഗ്രസ് എന്ന നിലയിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. സമാനമായ രീതിയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി അവസാനഘട്ട ചർച്ചകളാണ് പുരോഗമിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ നിശ്ചയിച്ച ചർച്ച ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് നികേഷ്.